നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് പുനരധിവാസത്തിന് തടസ്സം നിൽക്കുന്നവരെ ജനങ്ങൾക്കറിയാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളവും കേന്ദ്രവും ശത്രുരാജ്യങ്ങളല്ലെന്നും മന്ത്രി. ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദമായ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ. തട്ടിപ്പ് സംബന്ധിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പിരിച്ചുവിടലിനെതിരെ സർക്കാരിനെ സമീപിക്കാനൊരുങ്ങി സർവീസ് സംഘടനകൾ. മണ്ണുത്തി പറവട്ടാനിയിൽ ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ട് യുവാവ് മരിച്ചു. പാലക്കാട് സ്വദേശി വള്ളിയോട് വീട്ടിൽ 32 വയസ്സുള്ള വിനു ആണ് മരിച്ചത്. മറ്റൊരു വാഹനത്തിൽ തട്ടിയ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. കേച്ചേരി തണ്ടിലം സെന്ററിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. തലക്കോട്ടുകര സ്വദേശി ഷാജില, കുറുമാൽ സ്വദേശികളായ ജിനീഷ്, ഭാര്യ സംഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 16 രൂപ 5 പൈസയാണ് കൂട്ടിയത്. തുടർച്ചയായ 5ാം മാസമാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കൊടുങ്ങല്ലൂർ നഗരസഭ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ അക്രമം. 2 പേർക്ക് പരിക്കേറ്റു. അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ സേവനം ചെയ്യുന്നവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മേത്തല സ്വദേശി ശ്യാമിനെ കസ്റ്റഡിയിലെടുത്തു. വടക്കഞ്ചേരി മാറാത്തുകുന്നിൽ കഴുത്തിൽ കുരുക്കിയിട്ട് കിണറ്റിൽ ചാടി വയോധികൻ മരിച്ചു. മാറാത്തുകുന്ന് ഉന്നതിയിലെ തൊട്ടേക്കാട് വീട്ടിൽ 73 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേരൂർ സാഹിതിയിൽ കാവ്യ പുസ്തകമല്ലോ ജീവിതം എന്ന സാഹിത്യാധിഷ്ഠിത സംവാദം സംഘടിപ്പിച്ചു. കവി KG ശങ്കരപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. കാലിക്കറ്റ് സർവകലാശാല എക്കണോമിക്സിൽ 1ാം റാങ്ക് നേടിയ നന്ദിനി പ്രസാദിനെ അത്താണി പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മിണാലൂർ ദേവസ്വം മഠത്തിൽ പ്രസാദ് പൈ ഗംഗാ പ്രസാദ് ദമ്പതികളുടെ മകളാണ്. കൈപ്പറമ്പ് പഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ഉദ്ഘാടനം ചെയ്തു. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ രക്ഷാകർതൃ ദിനാഘോഷം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചക്രമക്കിൽ, മാനേജിംഗ് പ്രതിനിധി ഫാദർ ജോസ് കൊടിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KP ബാബു അധ്യക്ഷനായിരുന്നു. എരുമപ്പെട്ടി മങ്ങാട് അയ്യപ്പസേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. സമിതി രക്ഷാധികാരി PK സുരേഷ്, പ്രസിഡന്റ് PV സുബ്രഹ്മണ്യൻ, സെക്രട്ടറി PK മനോജ് എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് കൊടുങ്ങയിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാകായികമേള പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാന്റോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സംഘടനയായ കോടാലി ഫാസ്റ്റ് പാഡി സംഘടിപ്പിച്ച M വിജയലക്ഷ്മി സ്മാരക ചിത്രരചനാ മത്സരത്തിലെ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചിത്രകാരി ഡോക്ടർ കവിത ബാലകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. വേലുപ്പാടം ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ചെണ്ടമേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ 3 ഗജവീരന്മാർ അണിനിരന്ന കാഴ്ച ശീവേലി നടന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടന്നു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞിയിൽ വീട്ടിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ എക്സൈസ് പിടികൂടി. അയ്യൂർ സ്വദേശി പ്രവീണിനെയാണ് കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്ന് 21 ലിറ്റർ മദ്യം പിടികൂടി. ചാവക്കാട് SDPI വഖഫ് സംരക്ഷണ സമിതി ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്തി. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BJP പാർലക്കാട് ബൂത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗം ബാബു വാര്യർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കക്കാട് പള്ളി പെരുന്നാളിനെത്തിയ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശികളായ ആദർശ്, അഭിനവ്, അഭിജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്.
ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ടൗൺഹാളിൽ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം തുറക്കുളം റോഡിൽ തിരുത്തിക്കാട് പ്രവർത്തിച്ചിരുന്ന അനധികൃത ഭക്ഷണ വിൽപ്പന കേന്ദ്രം നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം VK ശ്രീരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആവണി മീഡിയാസിന്റെ ബാനറിൽ വിപിൻ കാരക്കാട് നിർമ്മിക്കുന്ന ഹ്രസ്വ സിനിമയുടെ ചിത്രീകരണം വെള്ളിക്കുളങ്ങരയിൽ ആരംഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB സ്വിച്ച് ഓൺ നിർവഹിച്ചു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത് നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ 2025 പൂര ചടങ്ങുകളുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് സബ് ഇൻസ്പെക്ടറെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗ്രേഡ് SI കൊടകര വഴിയമ്പലം സ്വദേശി 53 വയസ്സുള്ള ജിനിമോൻ തച്ചേത്താണ് മരിച്ചത്. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ കനക്കും. തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നത്. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് തൃശൂരിലെ പ്രതിനിധി സംഘം. റോമിൽ ശിവഗിരി മഠം സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തൃശൂരിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. പറപ്പൂർ സ്കൂളിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് കന്യാസ്ത്രീക്ക് പരിക്കേറ്റു. പറപ്പൂർ ജെബി കോൺവെന്റിലെ സിസ്റ്റർ മേഴ്സി പോളിനാണ് പരിക്കേറ്റത്. മലപ്പുറത്തെ ക്രിമിനൽ വൽക്കരിക്കുക എന്ന സംഘപരിവാർ വംശീയ അജണ്ടയുടെ നടത്തിപ്പുകാരായി CPM മാറിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആരോപിച്ചു. വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റസാഖ് പാലേരി. ലയൺസ് ക്ലബ്ബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ നേത്ര തിമിര പരിശോധനാ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജാതി സെൻസസ് ആവശ്യമോ എന്ന വിഷയത്തിൽ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ചർച്ചാവേദി പൊതുസംവാദം സംഘടിപ്പിച്ചു. ചിന്തകനും എഴുത്തുകാരനുമായ K സന്തോഷ് കുമാർ വിഷയാവതരണം നടത്തി. ലോക എയ്ഡ്സ് ദിനത്തിൽ എയ്ഡ്സ് രോഗികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഫാദർ വർഗീസ് പാലത്തിങ്കലിനെ ആദരിച്ചു. മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ NCC കേഡറ്റുകളാണ് ഫാദറിനെ ആദരിച്ചത്. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി KLM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അമല ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. പാവറട്ടി സബ് ഇൻസ്പെക്ടർ D വൈശാഖ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 8-നാണ് തിരുനാൾ. ഇതോടെ സ്പീഡ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.